ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ എല്ലാ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഫാബിക്കുട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എല്ലാ ഡ്രസ്സും അലക്കി കേട്ടോ. പക്ഷെ അത് അലക്കി കല്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിഴിയാൻ പറ്റിയില്ല. അപ്പോഴത്തേനും ഫാബിക്കുട്ടി എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഒരു 7 മണി വരെ അവൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം. പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനൊന്ന് കളിപ്പിച്ച് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ മടക്കി വെച്ച് ഫൈസിയുടെ യൂണിഫോം എന്ത് ചെയ്തു, അയൺ ചെയ്യാൻ നിന്നു കേട്ടോ. അത് അയൺ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ബെഡിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അയൺ ചെയ്തത്. അപ്പോൾ ഫാബിക്കുട്ടി ഇങ്ങനെ ഉരുണ്ട് അയൺ ബോക്സിൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവൻ വന്നൊന്നുമില്ല കേട്ടോ. അവൻ ഇടയ്ക്കൊന്ന് കട്ടിലിൻ്റെ അറ്റത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എടുത്തിട്ട് എൻ്റെ തോളിലിട്ടിട്ട് ഞാൻ അവനെ വെച്ചിട്ട് ഫൈസിനെ ഒരുക്കി. അപ്പോൾ ഫൈസിയുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് വരിക 9:50 ആവും. പക്ഷെ നേരത്തെ ഒരുങ്ങിയിട്ടും നമ്മൾ, കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഫാബിക്കുട്ടിയുടെ സ്വഭാവം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫൈസിനെ നേരത്തെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അവനെ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. കാരണം ഇന്ന് എക്സാമാണ്. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, നല്ല ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാനും ഇടിയപ്പം എടുത്ത് കഴിച്ചു കേട്ടോ. അതിനിടയിൽ ഞാൻ ഫൈസിക്ക് ഇടിയപ്പം കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ തോന്നുന്നു. പക്ഷേ ചട്നി ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അച്ചാർ കൂട്ടി, മാങ്ങച്ചാർ കൂട്ടിയിട്ട് കഴിച്ചിട്ട്, എനിക്ക് ഈ മാങ്ങച്ചാർ ഉണ്ടെങ്കിൽ ഞാൻ 10 വരെ അത് കൂട്ടി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് മാങ്ങച്ചാർ. നല്ല ഏത് അച്ചാർ, ഞാനൊരു അച്ചാർ പ്രേമിയാണ്. എനിക്ക് എത്ര അച്ചാർ കഴിച്ചാലും എനിക്ക് മതിയാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചീത്ത പറയട്ടെ, എനിക്ക് അൾസർ വന്ന് ഞാൻ പണ്ടാരടങ്ങുന്നു. പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ ഫാബിമോനെ കിടത്തി ഉറക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, അലക്കി വെച്ച ഡ്രസ്സ് ഒന്ന് പിഴിയാൻ വേണ്ടി പോയതാണ്. പക്ഷേ പിഴിയാൻ പറ്റിയില്ല. അപ്പോഴത്തേനും നമ്മുടെ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാത്ത കാര്യം ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ച് എന്താ പറയുക, കുട്ടപ്പന്മാരാക്കിയിട്ട് എല്ലാവരെയും. ഇതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ്റിസ്ഫൈ തരുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം നനച്ചപ്പോഴേക്കും ഫാബിക്കുട്ടി വീണ്ടും എഴുന്നേറ്റു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവൻ ഏകദേശം എത്ര നേരം ഉറങ്ങുള്ളൂ, മാക്സിമം പോയ 5 മിനിറ്റ്. അപ്പോഴേക്കും ആൾ എഴുന്നേക്കും. ആ 5 മിനിറ്റ് അവൻ ഉറങ്ങാൻ വേണ്ടി ഞാൻ അരമണിക്കൂർ അവനെ ആട്ടി ഉറക്കണം. പിന്നെ അവനെ വെച്ചുകൊണ്ട് ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ രാത്രിയാണ് ആ രാവിലെ അലക്കി വെച്ച ഡ്രസ്സൊന്ന് പിഴിയാൻ പറ്റിയത് കേട്ടോ. അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് വേറിടാതെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അലക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കുളിച്ച് വേഗം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ നന്നല്ല, സംസാരം നന്നല്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലാണ്ട് ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടും സഹകരണം എൻ്റെ കൂടെ വേണം.